ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വെള്ളമുണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് വേണ്ടത് വെള്ളമുണ്ട് വേണം, അതേപോലെ തന്നെ ഒരു കത്രിക, പിന്നെ നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേനയോ ചോക്കോ എന്താണെന്ന് വെച്ചാൽ അത്, പിന്നെ സൂചി നൂലും. അപ്പോൾ നമ്മൾ ഫുൾ കൈത്തയ്യലാണ്, അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളമുണ്ടിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു ടോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ടോപ്പ് നമ്മൾ ഡൈ ചെയ്ത് വീട്ടിൽ തന്നെ ഡൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് വെച്ചിട്ട് നമ്മുടെ ആ വെള്ളമുണ്ടിൽ നമ്മളൊരു ഫസ്റ്റിൽ തന്നെ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ വരാൻ വേണ്ടിയുള്ള വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മുണ്ട് മൂന്നായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ അളവെടുക്കുക, നീളം വീതി എടുത്തിട്ട് ഒരു വി ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വി ഷേപ്പ് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു യു ആയി മാറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ മുണ്ട് നിവർത്തി വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ആ ടോപ്പ് കയറ്റിയിട്ടതിന് ശേഷം സൈഡ് ഭാഗം, അതായത് കൈക്കുഴി മുതൽ താഴോട്ട് എത്ര നീളമാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ചുരിദാർ മോഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ തുണി തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സൈഡ് ഭാഗം രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെള്ളനൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ പെട്ടെന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളത് തിരിച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും കേട്ടോ. പിന്നീട് ഞാൻ ആ 3/4 ആയിട്ടുള്ള ഹാൻഡ് കട്ട് ചെയ്തിട്ട് ഷോർട്ട് ഹാൻഡാണ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്ക് കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നീട് താഴോട്ടുള്ള നീളവും ഇത്ര അധികം ലെങ്ത് എനിക്ക് വേണ്ട, മുട്ടിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് മതി. അതിനുശേഷം താഴോട്ട് നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നീളമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സൈഡും ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞ് കൈയാണ് വെച്ചത്. പിന്നെ ബാക്കി വന്ന ബാലൻസ് ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഫ്രില്ല് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ കൈത്തയ്യൽ ഉപയോഗിച്ചിട്ട് ഫ്രില്ല് തയ്ച്ചെടുക്കുന്ന ഒരു മെനക്കെട്ട പരിപാടിയാണ്, കുറച്ചേറെ പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഒരു 5 മണി 5:30 ആയപ്പോഴാണ് നമ്മുടെ തയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം രാത്രി ആയിട്ടുണ്ട്, കാരണം ഫ്രില്ല് തയ്ച്ചെടുക്കാൻ കുറച്ചേറെ ബുദ്ധിമുട്ടാണ്. കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല പാടുണ്ട്. അപ്പോൾ ഓരോ പോലെ പീസ് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മടക്കി താഴ്ഭാഗത്തിന് ഫ്രില്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവമോൻ ഉറക്കമായിട്ടുണ്ട്. ദേവൻ ഉറങ്ങിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, തയ്യലൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ താഴ്ഭാഗം തയ്ച്ച് തീരാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രില്ല് വെച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം മടക്കി തയ്ക്കുന്നതാണ് ഇനി അടുത്ത പരിപാടി. അത് കുറച്ചേറെ ലെങ്ത് ആയിട്ടുണ്ട്, നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്, നല്ല നീളമുണ്ട്. അപ്പോൾ അത് തയ്ക്കാനും കുറച്ചേറെ പണിപ്പാടാണ്. അപ്പോൾ അതും കൂടി നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മുടെ തയ്യൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗവും കൂടി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളമുണ്ടിൽ നമ്മൾ തയ്ച്ചെടുത്ത ഒരു ടോപ്പിൻ്റെ ഏകദേശമുള്ളൊരു ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ കളറിലെ ഡൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്ന്. നമുക്ക് ഡ്രസ്സ് മുക്കാൻ ആവശ്യത്തിന് വെള്ളം എടുക്കുക, ചൂടുവെള്ളം, പിന്നെ വിനാഗിരി കുറച്ച് ചേർക്കുക, പിന്നെ 2 സ്പൂൺ ഉപ്പും ഡൈ ചെയ്യാനുള്ള പൗഡറും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ കഫ്താൻ മോഡലിലൊരു പോളിസ്റ്റർ തുണിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് ആ പോളിസ്റ്ററിലോട്ട് നല്ലപോലെ ഡൈ പൗഡർ പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ കോട്ടണിൽ ചെയ്തിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ അത്രയും ഭാഗത്തെ തുണി ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് അതിനെ ഒരു കയർ ഉപയോഗിച്ചിട്ട് താഴോട്ട് ടൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ടൈ ചെയ്ത തുണി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൊല്യൂഷനിലോട്ട് നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അതിനകത്തോട്ട് നല്ലതായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. നല്ല കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കളർ അതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫാബ്രിക് ടൈ ചെയ്യാൻ വാങ്ങിച്ച ഒരു പൊടിക്ക് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ പാക്കറ്റിൽ കവറിന്. ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം നേരത്തെ 1 മണിക്കൂറൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് 1 മണിക്കൂറൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ അരമണിക്കൂർ പോയിട്ട് ഒരു 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും കോട്ടൺ ആയതുകൊണ്ട് നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈ ചെയ്ത കയറൊക്കെ വെച്ച് മാറ്റുമ്പോഴത്തേക്കിന് അടിപൊളി പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ദേവമോൻ്റെ ഡ്രസ്സ് ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം ഒരു കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 തവണ നമ്മളത് നോർമൽ വാട്ടറിൽ കഴുകി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളറൊന്നും അതുപോലെ ഒന്നും ഫേഡാവുന്നില്ല, കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ഇത് മുക്കാം. അപ്പം നമ്മൾ ഡൈ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളൊരു വെള്ള മുണ്ടിൽ നിന്ന്, നമ്മുടെ പഴയ മുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാഷ്വലായിട്ട് വെളിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഉള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.